ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു തെരണ്ടിക്കറിയുടെ വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് വൈകിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല ഫ്രഷ് തെരണ്ടി കിട്ടി നീണ്ടകരയിൽ നിന്ന്. അപ്പോൾ നമ്മളവിടെ നിന്നൊരു തെരണ്ടി വാങ്ങിച്ചത് അവർ ക്ലീൻ ചെയ്ത് തന്നു. അതുകൊണ്ട് ഒരുപാട് ജോലി എളുപ്പമുണ്ട്. പിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നൊന്നുകൂടെ വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന ചേരുവകൾ: ചെറിയ ഉള്ളി ഒരു കൈ എടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, വടക്കംപുളി എടുത്തിട്ടുണ്ട്, കരിവേപ്പില, തക്കാളി. നമുക്ക് ആദ്യമേ തന്നെ ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു സ്വല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. അന്നേരം ഉള്ളി എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി തന്നെ എടുക്കുക, അതാണ് ടേസ്റ്റ്. ഇത് ഞാനിന്ന് മുളകിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. നല്ല ടേസ്റ്റാണ് തെരണ്ടിക്ക്. അധികം മുള്ളില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അതൊക്കെ നല്ലതാണ്. അത് ചേരുവയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിവകകളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുക്കുകയാണ്. എരിവൊക്കെ അവരൊരു ഇഷ്ടത്തിനെടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി എടുക്കുകയാണ്, ഉലുവപ്പൊടി, ഒരു പേരിന് കുരുമുളക് പൊടി, മല്ലിപ്പൊടി വെറും കുറച്ച് മാത്രമേ ചേർക്കത്തുള്ളൂ. മല്ലിപ്പൊടി ഇടാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു, പൊടിയുടെ പച്ചവെണ്ണമൊക്കെ മാറി. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണം പറക്കിയിട്ട് കൊടുക്കാം. മീൻ കഷ്ണം എപ്പോഴും കഴുകി വെച്ചാലും വെള്ളം ഊറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും പറക്കിയിട്ട് കൊടുക്കുകയാകാവൂ. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് വേണമെന്ന് നോക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഒഴിച്ചു കൊടുക്കും. അധികം വെള്ളം ഒഴിച്ചെടുക്കുന്നില്ല, നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെ കിടന്ന് വഴണ്ട് എടുക്കാനാണ്. എൻ്റെ കൂടെ ഞാനൊരു ശകലം മധുരത്തിന് വേണ്ടി ഇച്ചിരി മാങ്ങ, വിളഞ്ഞ മാങ്ങയാണ്. അപ്പോൾ എരിവും പുളിവും അതിൻ്റെ കൂടെ ഒരു സ്വല്പം മധുരവും ആകുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ആവി തന്നെ വെന്തെടുത്താൽ മതി. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. അപ്പം 10-20 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. വാവ്, എല്ലാം നന്നായിട്ട് വെന്ത് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണയാണ് മീൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം അവിടെ വീട്ടിലാട്ടുന്ന എണ്ണയാകുമ്പം ഏറ്റവും ടേസ്റ്റാണ്. ഒരു ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇനി ഒന്ന് ചുറ്റിക്കറക്കാം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല, കണ്ടില്ലേ? ആവശ്യത്തിന് തൊട്ടെടുക്കാവുന്ന ഗ്രേവി മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ്. ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തെരണ്ടി മുളകിട്ട കറി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാനിരിക്കുന്നവർക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. അടുത്തൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. എപ്പോഴും മീൻ ചുറ്റി കറക്കിയാകാവൂ. Wow, super.